സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സച്ചിദാനന്ദ സൽഗുരു പരമഗുരു പരം അനുഗ്രഹമേഘണേ എന്നുമെന്നും മഹാദേവ ശംഭോ. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീഗണനാഥ തുണയ്ക്കുക അനുഗ്രഹമേകിടാനിൻ പാദപത്മം ഞങ്ങൾ ശിരസാൽ നമിക്കും. ശ്രീ മഹാഗണപതേ നമ മഹാഗണപതേ നമ മഹാഗണപതേ നമ. സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ശരണം. നവംബർ മാസം 30-ാം തീയതി, വൃക്ഷമാസം 15-ാം തീയതി കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ തിരുമുമ്പിൽ ആഴിപൂജ അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്ക് പല വിധത്തിലാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. പണ്ട് കാലത്ത് ദാഹമപ്പെന്നാണ് പറയണത്. ഇപ്പം അത് ആഴിപൂജയായി, അയ്യപ്പൻ വിളക്കായി, ദേശവിളക്കായി, അങ്ങനെ 3 തരത്തിൽ 4 തരത്തിലൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെ എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അന്ന് ഭഗവാന്റെയും മേശാന്തിയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്താൽ വൈകുന്നേരം 5:30-6 മണിയുടെ സമയത്ത് 6-6:30 ഭഗവാനെ ആഴിപൂജയുടെ ആദ്യത്തെ ആരംഭം തുടങ്ങുകയാണ്. ഭഗവാനെ ഹോട്ടലിൽ അലങ്കരിച്ച് അകത്തുനിന്ന് മേശാന്തിയുടെ അനുവാദം ചോദിച്ച് എല്ലാവരുമായിട്ട് എഴുന്നള്ളിച്ച് പന്തലിൽ കുടിയിരുത്തും. അതിനുശേഷം ദീപം മേശാന്തിയോട് പകർന്ന് ദീപം കൊളുത്തിയിട്ട് ആദ്യത്തെ ഒരു ദീപാരാധന, അതിന് അലങ്കാര ദീപാരാധന എന്ന് പറയും. എന്താ, അയ്യപ്പസ്വാമിയും ഗണപതിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും മാളിയപ്പുറത്തമ്മയും തലപ്പാറമലയും ഗുരുനാഥനെയും കൊച്ചുകടുത്ത സ്വാമിയും വലിയകടുത്ത സ്വാമിയും കറുപ്പൻ സ്വാമിയും കറുപ്പനമ്മയും നാഗരാജാവിനെയും മണിമണ്ഡവും നവഗ്രഹങ്ങളും പഞ്ചഭൂതഗണങ്ങളും എല്ലാവരെയും കുടിയിരുത്തിയിട്ട് എല്ലാ സ്വാമിയാരും ഒപ്പം നിന്ന് ശരണം വിളിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ അഷ്ടം കൊടുത്ത് ഒരു പ്രദക്ഷിണം വെച്ച് സമർപ്പിച്ചതിന് ശേഷമായിട്ട് മല വിളിച്ച് ചാർത്തി ദീപാരാധന. അതിന് ശേഷം ഉടുക്കൂട്ടും പാട്ടിൽ 10ാമത്തെ പാട്ടിന് ഭഗവാന്റെ ജനനം. ആ ജനന സമയത്താണ് ആദ്യത്തെ ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന്റെ നൈവേദ്യാലങ്കാരങ്ങളെല്ലാം സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാളിയപ്പുറത്തമ്മ എഴുന്നള്ളിക്കാനായിട്ട് താഴെ മൂകാംബ ക്ഷേത്രത്തിലേക്ക് പോകും. അന്നേരം സമയത്ത് താലപ്പൊലി ഇന്നല്ല, എല്ലാവരും കൂടി പോയി ദേവഭൂതഗണങ്ങളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കുടിയിരുത്തി നിറപറ നിറച്ചതിന് ശേഷമായിട്ട് ആഴിക്കുള്ള ആരംഭം. ആഴികൂട്ടി വൈകുണ്ഠം എന്നാണ് പറയണത്. അല്ല, കനകം തെളിഞ്ഞു നിൽക്കും പോലെ വൈകുണ്ഠമായി അഗ്നി നിൽക്കുന്ന സമയത്ത് അഗ്നി പൂജ കഴിഞ്ഞ ശേഷമായിട്ട് ആഴിക്ക് പ്രദക്ഷിണം 3 വട്ടമായിട്ട് 9 പ്രദക്ഷിണം എന്നാണ് പണ്ട് കാലത്ത് പറയാറുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല പോട്ടെ. എന്നാലും ശരി, അങ്ങനെ 9 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അരിയും എറിഞ്ഞ് അതുപോലെ തന്നെ ആദ്യത്തെ ശരണം വിളിച്ചുകൊണ്ട് ആഴിപൂജ അവസാനിപ്പിക്കുക. ഏതാണ്ട് 4:30 വരെയാണ്. 4:45 വരെ പോകാൻ പാടില്ല. എങ്കിൽ തന്നെയും 4:30 വരെ കൊണ്ട് ആഴിപൂജ അവസാനിപ്പിക്കുന്നതാണ്. അതിന് എല്ലാ ഭക്തജനങ്ങളും അയ്യപ്പന്മാർ ധാരാളം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കർമ്മത്തെക്കാൾ ഏറ്റവും കൂടുതൽ കൂട്ടായ്മയോട് കോർത്തിണക്കി ചേർത്തിടും തിരുനാമം ഉച്ചരിച്ചുടൂ എന്നാണ് പറയുന്നത്. ആ കോർത്തിണക്കിയുള്ള നാമങ്ങൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഭഗവാനെ ഇവിടെ കുടിയിരുത്തി നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹം തരാൻ മഹാദേവനും അയ്യപ്പസ്വാമി ഇവിടെ ദേവീദേവന്മാരെല്ലാവരും അനുഗ്രഹിക്കത്തക്ക രീതിയിൽ നമ്മളെല്ലാവരും പങ്കാളിയായി തീരണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്വാമിയേ സ്വാമിയേ ഹരിഹരസുതന
ശരണാനുന്തതിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ.